കുറെ നേരം വായിക്കണേ, ഇനി മതി, പിന്നെ വായിക്കാം. പഠിച്ചത് തീർന്നില്ലടാ, തലയ്ക്കാൻ കേറണില്ല. ഓ പിന്നെ പിന്നെ വായിക്കടാ. എടാ വിഷ്ണു പോയിട്ട് വന്നില്ലല്ലോ, എന്താ വരാൻ വായിക്കണേ? അഖിലിന് പുസ്തകം കൊടുക്കാൻ പോയല്ലേ, അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കും. ഈ തവണ സ്റ്റഡി ലീവിനാരും വീട്ടിൽ പോരുന്ന കാരണം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പറ്റി. വിഷ്ണു വന്നടാ. ഇത് ഏതാടി പെണ്ണ്? നീ ആരാ? നീ ഏതാ? ഇത് ചോരയല്ലേ? ഇത് ബോയ്സ് ഹോസ്റ്റലാണ്. ഇവിടെ പെൺപിള്ളേർക്ക് എന്താ കാര്യം? ഇറങ്ങി പോടുന്നു. എന്നെ രക്ഷിക്കണം, എന്നെ ഇപ്പം പറഞ്ഞു വിടലേ. എന്തോ കണ്ട് പേടിച്ചോടാ, പിന്നെ പറഞ്ഞോടാ. ഓ പിന്നെ ഈ നട്ടുച്ചേർത്തല്ലേ അവൾക്കൂടെ ഒരു പേടി. അവളുടെ മുഖത്ത് നോക്കിയടാ നീ. വിഷ്ണു ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ പണ്ടേ അവളെ പറഞ്ഞിട്ടേനെ. ഇത്തിരി നേരം കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം, എന്നെ പറഞ്ഞു വിടല്ലേ. എന്താ തന്റെ പേര്? അപർണ. കുറച്ച് കഴിഞ്ഞിട്ട് അവള് പോയിക്കോളൂടാ, നീ പേടിക്കണ പോലെ ഒന്നും ഉണ്ടാവില്ല. എന്തായാലും പകലല്ലേ, പോയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടോളാം. വേണ്ടടാ, നീ പറഞ്ഞേക്കണ്ട. നീ അങ്ങോട്ട് കെട്ടിക്കോ, പിന്നെ വരുന്നതൊക്കെ നീ അനുഭവിച്ചോളണം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഈശ്വര, പോലീസ്. മാറി നിൽക്കണാട്. ഒരു കംപ്ലൈന്റ് ഇട്ടു, ഒന്ന് സ്റ്റേഷൻ വരെ വരണം. നടക്കുക സ്റ്റേഷനിലേക്ക്. ഇവൾ ഇവിടെ അല്ല, ഞാനല്ല ചെയ്തത്. അല്ല, ഞാനാണ് അത് ചെയ്തത്. സ്ത്രീകളുടെ മാനം കെടുത്തി പ്രാണനെടുക്കുന്ന ഇത്തരം കാമഭ്രാന്തന്മാരെ നേരിടാൻ ഒരു കാലത്ത് സ്ത്രീക്ക് താങ്ങും തണലുമായി മാത്രം നിലകൊണ്ട പുരുഷന്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ എനിക്കെന്റെ ജീവിതം തിരിച്ചു തന്ന എന്റെ കുഞ്ഞനീത്തിമാരുടെ രക്ഷകനായി ഈ നാടിന്റെ കാവലാളായി നീ വേണം, നിന്നെ പോലുള്ളവർ വേണം. അവളെ ഏതാടാ, നീ അറിയോ അവളെ?
അവളെന്തൊക്കെയാടാ പറഞ്ഞേ? ആരാരെ കൊന്നെന്നാ പറഞ്ഞേ? നീ അഖിലിന് പുസ്തകം കൊടുക്കാൻ പോയിട്ട് പിന്നെ എന്തൊക്കെയാണ് നടന്നത്? നീ വരാൻ വൈകി എന്താണ്? ഞാനെല്ലാം പറയാം. ഞാനിപ്പോ കേട്ടോ, ഞാൻ ഈ പുസ്തകം അഖിലിന് കൊടുത്തിട്ടുണ്ട്. ശരിയടാ. ശരി. അപർണ, വിരളോളെ നിന്നെ ഞാൻ പോ. പോ, നീ എങ്കിലും പോയി രക്ഷപ്പെട്. ഇവനെ ഞാൻ നോക്കിക്കോളാം. പകൽ വെളിച്ചത്തിൽ പോലും പെൺകുട്ടികളെ ജീവനോടെ പിച്ചു ചീന്തുന്ന നിന്നെ പോലുള്ളവർക്ക് ഇതൊരു പാഠമാകട്ടെ. ഞാനല്ലടാ ഇത് ചെയ്തത്. തെറ്റടാ ഞാൻ ചെയ്തത്. ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ. ഏയ്, എന്താണിത്? നീയൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ശക്തമായ നീതിപീഠത്തിന് മുന്നിൽ സത്യം തെളിഞ്ഞ് അവൾ തിരിച്ചു വരും. അതെ, അവൾ